നിങ്ങൾ ബാഹുബലി ഇതുപോലെ വയറും വെച്ച് ഇൻസൈഡ് ചെയ്ത് വരുന്ന കാര്യം ആലോചിച്ച് നോക്കിയേ. കോമഡിയിലെ ഇന്നും മഴ തന്നെ, ഒരു മാറ്റവും ഇല്ല. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഒരു ചായ. എന്ത് തേങ്ങ രാത്രി എഴുന്നേറ്റിരുന്ന് ആലോചിക്കണേ. ഉറക്കം വരുന്നില്ല വലിയ ഡോക്ടറെ പോയി കാണടാന്ന് ഭാര്യ. എന്റെ ഉള്ളിൽ ഉണർന്ന 1000 സ്വപ്നങ്ങളെ അവൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവണു. അതൊക്കെ പോട്ടെ, കാലത്ത് 2 വെള്ളയപ്പം സാമ്പാറും മുട്ട ചായ പിന്നെ കാലത്ത് കുടിച്ചു. എന്തൊക്കെ പറഞ്ഞാലും ചിരിക്കൊരു കുറവില്ലാട്ടാ. അത്യാവശ്യം നല്ലോണം ഓടാണ്ട് നമുക്ക് വേഗം തുടങ്ങാം. അങ്ങനെ സ്പോട്ടിലെത്തിയിട്ട് എന്തൊക്കെയോ ആലോചിച്ചൊരു അന്തം കുന്തല്ലാണ്ട് നിൽക്കുന്ന സമയത്താണ് ഇന്നലത്തെ വീഡിയോന്റെ റിവ്യൂ പറയാൻ സോണി ചേച്ചി പറഞ്ഞത്. ഇന്നലെ ഞാൻ അപ്പൂസിനെ കുരിപ്പെന്ന് വിശേഷിപ്പിച്ചത് ഇഷ്ടപ്പെട്ടില്ല എന്ന് സോണി ചേച്ചിയുടെ മോന്. ഞാനിട്ട വീഡിയോ യൂട്യൂബിൽ ഇരുന്ന് കണ്ടിട്ട് അവൾ എന്നെ തിരിച്ച് വിളിക്കുന്നത് ഹെവൻ കണ്ടിട്ടില്ലല്ലോ. ഭാഗ്യം. നിങ്ങൾ ബാഹുബലി ഇതുപോലെ വയറും വെച്ച് ഇൻസൈഡ് ചെയ്ത് വരുന്ന കാര്യം ആലോചിച്ച് നോക്കിയേ. കോമഡിയിലെ ലൈഫിൽ മാത്രമല്ല യാത്രയിൽ ഇതുപോലെ തടസ്സങ്ങൾ മാത്രമേ എനിക്കുള്ളൂന്നേ. എന്തൊക്കെ വന്നാലും കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ അങ്ങ് നീങ്ങി പൊക്കോളും. ജോഷിയേട്ട അവിടെ കാലത്ത് തന്നെ തമാശ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വന്നതും പ്രസാദേട്ടന് ചായ കുടിക്കാൻ മുട്ടി. ഭാവിയിൽ ഒരു സെലിബ്രിറ്റിക്ക് ഒരു ചായ മേടിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം ഇനി ഞാനായിട്ട് തടഞ്ഞൊന്നും വേണ്ട. പിന്നെ ഒരു ഓട്ടായിരുന്നു, മഴ വരെ ചമ്മിപ്പോയിന്നേ. ഓടാൻ മാത്രല്ല കേട്ടാ, നല്ല അടിപൊളിയായിട്ട് പടവും പിടിക്കും. അതും വൈൽഡ് ലൈഫ് അക്കൗണ്ട് ഞാൻ പിൻ ചെയ്യാൻ ഒന്ന് കയറി നോക്കും, മക്കളെ കിളി പോവും. അങ്ങനെ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും ചായ വന്നു. അത് കുടിച്ച് ഞാൻ നേരെ ഡോക്ടറെ കാണാൻ പറ്റും. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് ഞാൻ ബിസി ആയിരുന്നു. ആലോചന കൂടി ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡ് വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നു. പാവം ഞാൻ നല്ലോണം വിശക്കുണ്ടില്ലേ. മൈൻഡ് തന്നെ ഒരുപാട് പിരിയാറ്റനൊക്കെ നോക്കി പോയി ബിരിയാണി തിന്നാനൊക്കെ പറഞ്ഞിട്ട് പാടോ പാടില്ല. അവസാനം ഒരു ചായ അങ്ങ് കുടിച്ച് അവസാനിപ്പിച്ചേക്കാന്ന് അങ്ങ് തീരുമാനിച്ചു. അതല്ല അതിന്റെ ഒരു ബ്യൂട്ടി. എന്നാ പിന്നെ കണക്കിലേക്ക് ഒരു ചായയും കൂടി. പിന്നെ അലച്ചിൽ തുടരാണ്. മഴയ്ക്കാണെങ്കിൽ എന്നെ നനച്ചാലേ തീരുന്ന് നിർബന്ധം. അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് ഞാൻ. യാത്ര പോലെ എൻ്റെ ആലോചനകളും തുടരാണ്. ഇപ്പൊ എന്നോട് ഒരാളെ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഹാപ്പി ആണെന്ന് പറയാനായിട്ട്. സെയിം ആളിപ്പോ സങ്കടമാണോ എന്ന് ചോദിച്ചാലോ ഇഷ്ടം പോലെ ഉണ്ട് സങ്കടം പറയാനായിട്ട്. ശരിക്കും ഞാനിപ്പോ എന്ത് പറയണം? അപ്പോ എന്റെ ചോദ്യം ഇതാണ്, ആരാണ് ഞാൻ? അങ്ങനെ വർക്ക് നിർത്തിയുള്ള മഴയൊക്കെ കൊണ്ട് നേരെ വീട്ടിലോട്ട്. ചിന്തകളും മാറി വള്ളി പിടിക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് കൂടിയായിരുന്നു. ഡിന്നറിന് 2 ചപ്പാത്തിയും ഷവായുടെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോളോ ചെയ്തോ, അടുത്ത വീഡിയോയിൽ കാണാം.